വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിനെതിരെ പ്രതിരോധ സംഘം സംഘടിപ്പിച്ച CPIM കോവളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അദാനിയുടെ ഓഹരി കൈമാറ്റം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും മിഷൻ സമുദ്രയുടെ പേരിൽ എല്ലാം കുത്തക കമ്പനികൾക്ക് വിൽക്കുകയാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. അന്താരാഷ്ട്ര തുറമുഖത്തിലെ അദാനിയുടെ ഓഹരികൾ ബഹുരാഷ്ട്ര കുത്തക കമ്പനിയായ MSCക്ക് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിഷേധം വ്യാപിപ്പിക്കുകയാണ് CPIM. ഇതിന്റെ ഭാഗമായാണ് വിഴിഞ്ഞം തുറമുഖം വിൽക്കരുതെന്ന മുദ്രാവാക്യമുയർത്തി കോവളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിരോധ സംഗമം സംഘടിപ്പിച്ചത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി VD സതീശന്റെ അറിവോടെയാണ് ഓഹരി കൈമാറ്റം നടന്നിട്ടുള്ളതെന്ന് ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. മിഷൻ സമുദ്രയുടെ പേരിൽ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് എല്ലാം വിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണ ട്രെയിനിന് പോയാൽ തന്നെ മതി. നമ്മുടെ മംഗലാപുരത്തേക്കാണ് പോയത്. അതിൽ സ്വർണ്ണക്കൊള്ള നടത്തിയിട്ടുള്ള കേസിലെ പ്രതി ഉൾപ്പെടെയുണ്ട്. അദാനിയുടെ പ്രധാനപ്പെട്ട വക്താക്കളും ഉണ്ട്. ഇവരെല്ലാം കൂടി ചേർന്ന് ഒരു സന്ധി സംഭാഷണത്തിനാണ് അവിടെ പോയത് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അത് ഇന്നേ വരെ അല്ലാന്നോ ആണെന്നോ പറഞ്ഞിട്ടില്ല. ഇത് മാത്രമല്ല, ധാതു ഖനനവുമായി ബന്ധപ്പെട്ട കാര്യം ലോകോത്തരമായ രീതിയിൽ മിഷൻ സമുദ്ര എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമുദ്രവും നമ്മുടെ കടലിന്റെ കരയും അതുപോലെ തന്നെ കരിമണലും എല്ലാം പൂർണ്ണമായിട്ട് വിറ്റ് തുലക്കാൻ തീരുമാനമെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ കാഴ്ച എന്ന് ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും വ്യക്തമായി. വിഴിഞ്ഞത്തെ മൾട്ടി ഓപ്പറേഷണൽ തുറമുഖമാക്കിയാണ് LDF വിഭാവനം ചെയ്തിട്ടുള്ളത്. എല്ലാ കപ്പൽ കമ്പനികൾക്കും വിഴിഞ്ഞത്തെത്താൻ കഴിയണം. എന്നാൽ വിഴിഞ്ഞം തുറമുഖം MSCയുടെ കുത്തകയാക്കുന്നതിനുള്ള ഇടപാടാണ് നടക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. CPIM ജില്ലാ സെക്രട്ടറി V ജോയ് MLA അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മുതിർന്ന നേതാക്കളായ ആനവൂർ നാഗപ്പൻ, TN സീമ തുടങ്ങിയവർ സംസാരിച്ചു. 100 കണക്കിന് പ്രവർത്തകരാണ് പ്രതിരോധ സംഗമത്തിൽ അണിനിരന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.